Divisional Accountant Office Important Question Discussion Chapter 5 Part 3 ഓഗേജ് ഇൻ പ്രോഗ്രസ്. അപ്പം നമ്മൾ ഓഗേജ് അക്കൗണ്ടുകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഓഗേജ് ഇൻ പ്രോഗ്രസ്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 32, വാട്ട് യു മീൻ ബൈ ഓഗേജ് ഇൻ പ്രോഗ്രസ്? എന്താണ് ഓഗേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്? ഇഫ് എ ഓഗേജ് ഈസ് നോട്ട് കംപ്ലീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ഇറ്റ് ഈസ് നോൺ ആസ് ഓഗേജ് ഇൻ പ്രോഗ്രസ്. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ കംപ്ലീറ്റ് ആവാത്ത ഓഗേജുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഓഗേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പം ഓഗേജ് മീൻസ് ജേണിയാണ്. ഒരു ഗുഡ്സ് ഷിപ്പിൽ ഗുഡ്സ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ട് തിരിച്ച് വന്നിട്ടില്ല, അല്ലെങ്കിൽ എത്തി അത് തിരിച്ച് വന്നിട്ടില്ല. തിരിച്ചു വന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അങ്ങനെ തിരിച്ചു വരാത്ത കംപ്ലീറ്റ് ആവാത്ത ഓഗേജുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഓഗേജ് ഇൻ പ്രോഗ്രസ്. അതിപ്പോഴും പ്രോഗ്രസ്സിലാണ്. നെക്സ്റ്റ് 33, വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ഓഗേജ് ഇൻ പ്രോഗ്രസ്? ഓഗേജ് ഇൻ പ്രോഗ്രസ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ടു ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ഓഗേജിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കുന്നതിന് 2 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണോ? ഒന്ന്, ഇൻകം റിസീവ്ഡ് ഫോർ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ദ ജേണി, അതായത് അൺഏൺഡ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സെക്കൻഡ് എന്താണ്? എക്സ്പെൻസസ് ഓൺ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ദ ജേണി, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോഴും അൺഏൺഡ് ഇൻകം അഥവാ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഓഗേജ് വരുമ്പോൾ എന്താണ്? ഇൻകം റിസീവ്ഡ് ഫോർ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ദ ജേണി. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ജേണിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇൻകം റിസീവ് ചെയ്തു. അത് നമ്മുടെ എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? എക്സ്പെൻസസ് ഓൺ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ദ ജേണി. ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ദ ജേണിക്ക് നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഉണ്ടായി. ഷിപ്പിംഗ് കമ്പനിക്ക് എക്സ്പെൻസസ് ഉണ്ടായി കംപ്ലീറ്റ് ആവാത്ത ജേണിക്ക്. അതെന്താണ്? ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് 34, എക്സ്പ്ലെയിൻ ഇൻകം റിസീവ്ഡ് ഫോർ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ദി ജേണി. അപ്പോൾ എന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ജേണി? അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് ആൻ ഇൻകംപ്ലീറ്റ് വോഗേജ്, ഇൻകം ഫ്രം ഫ്രൈറ്റ് ആൻഡ് പ്രിമേജ് റിസീവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് വോഗേജ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഏൺഡ് ഇൻകം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദ എമൗണ്ട് ഓഫ് അൺഏൺഡ് ഇൻകം ഫ്രം ഫ്രൈറ്റ് ആൻഡ് പ്രിമേജ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ദ എമൗണ്ട് ഈസ് ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ ബൈ ഷോയിങ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ഓഗേജ് അക്കൗണ്ട് ആസ് ഓഗേജ് ഈസ് പ്രോഗ്രസ് ക്യാരി ഡൗൺ ഓർ പോർഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് വോഗേജ് ക്യാരി ഡൗൺ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും കൂടെ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ. ഇത് എമൗണ്ട് ഓഫ് അൺഏൺഡ് ഇൻകം റിസീവ് ചെയ്താൽ എന്താണ്? അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാൽക്കുലേറ്റഡ് ആൻഡ് ദി എമൗണ്ട് ഈസ് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. ഈ ഇൻകം റിസീവ്ഡിനെ അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകത്തിനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. എങ്ങനെയാണ്? ഷോയിങ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ഓഗേജ് അക്കൗണ്ട്. ഓഗേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ എക്സ്പെൻസസ് ആയിട്ട് കാണിച്ചതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഓഗേജ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. എന്താണ്? എങ്ങനെയാണ് കാണിക്കുന്നത്? ഓഗേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ, അല്ലെങ്കിൽ എങ്ങനെ? പോർഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് ഓഗേജ്. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. എങ്ങനെയൊക്കെയാണ്? ഓഗേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ എന്നോ അല്ലെങ്കിൽ പോർഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് ഓഗേജ് എന്നോ നമുക്ക് കാണിക്കാം. അപ്പം അങ്ങനെയാണ് എന്ത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഥവാ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ജേണിയിൽ നിന്നും ഇൻകം റിസീവ് ചെയ്താൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഓഗേജ് അക്കൗണ്ടിൽ. നെക്സ്റ്റ് 35, എക്സ്പ്ലെയിൻ അബൌട്ട് എക്സ്പെൻസസ് ഓഫ് ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് ദ ജേണി. അപ്പോൾ എന്താണ്? എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ എന്താ? പ്രീപെയ്ഡ് എക്സ്പെൻസ് മീൻസ് അതിനെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്? ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് ഓഗേജ് ദ പ്രൊപ്പോർഷനേറ്റ് ഓഫ് ഓൾ എക്സ്പെൻസസ് ഇൻക്ലൂഡ് അഡ്രസ് കമ്മീഷൻ ഇറസ്പെക്റ്റ് ഓഫ് ദ ജേണി ഈസ് അസർട്ടൈൻഡ് ആൻഡ് ദ എമൗണ്ട് ഈസ് ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ ബൈ പ്രോഗ്രസ് ക്യാരി ഡൗൺ അഥവാ എങ്ങനെ കാണിക്കാം? പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റ് ഓഗേജ് ക്യാരി ഡൗൺ. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇവിടെയും കാണിക്കാം. എങ്ങനെയാണ്? പ്രീപെയ്ഡ് എക്സ്പെൻസസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ജേണിക്ക് നമുക്ക് ഷിപ്പിംഗ് കമ്പനിക്ക് കുറച്ച് എക്സ്പെൻസസ് ആയി. അപ്പോൾ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പെൻസസ് ഉണ്ടാവുന്നത്? അഡ്രസ് കമ്മീഷൻ, അങ്ങനെ നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഉണ്ടാവും. പോർട്ട് ചാർജ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ ജേണിക്ക്.
അപ്പോൾ ആ എമൗണ്ടിനെ എന്ത് ചെയ്യാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും ഓഗേജ് അക്കൗണ്ടിൽ. എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ഓഗേജ് അക്കൗണ്ടിൻ്റെ എന്താണ് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്? ഓഗേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ എന്നോ എന്താണ് പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റഡ് ഓഗേജ് ക്യാരി ഡൗൺ എന്നോ കാണിക്കും. അപ്പം മനസ്സിലായല്ലോ, നമുക്കൊരു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഥവാ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു ഷിപ്പിംഗ് കമ്പനി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്, എങ്കിൽ പോലും ഇതിന് ടേംസ് മാറുന്നുണ്ട്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എങ്ങനെയാണ്? ഇൻകം റിസീവ്ഡ് ഫോർ ഇൻകംപ്ലീറ്റഡ് പോർഷൻ ഓഫ് ദ ജേണി എന്നും പ്രീപെയ്ഡ് എക്സ്പെൻസസിന് എന്താണ്? ഇത് എക്സ്പെൻസസ് ഫോർ ഇൻകംപ്ലീറ്റഡ് പോർഷൻ ഓഫ് ജേണി എന്നുമാണ് നമ്മൾ പ്രോബ്ലത്തിൽ കാണുന്നത്. നെക്സ്റ്റ് നമുക്കൊരു 36ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. ദ പ്രോബ്ലം ഓൺ ഹാഫ് ഓഫ് വോഗേജ് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആർ ഫോർ ദ ഹോൾ വോഗേജ്. അപ്പോൾ എന്താ? അതൊരു വോഗേജ് ഇൻ പ്രോഗ്രസിൻ്റെ ഒരു പ്രോബ്ലം ആണ് താഴെ കൊടുത്തേക്കുന്നത്. ജലധാര ഓഫ് റൈസിംഗ് ഷിപ്പ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് വോഗേജ് ഫ്രം കൊച്ചി ടു കൊൽക്കത്ത on 1st March 2014. On 31st March 2014, the date of closing of books of its return journey, the following related to the entries of voyage including the return journey. അപ്പോൾ താഴെ കുറച്ച് എൻട്രീസ് തന്നിട്ടുണ്ട്. ഒരു ജലധാര റൈസിംഗ് ഷിപ്പ് കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. എന്ത് ടൈപ്പ് ട്രാൻസാക്ഷനാണ്? ഹാഫ് വോഗേജിൻ്റെ ആണ്, ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? വേജസ് ആൻഡ് സാലറി 8000 ഉണ്ട്, ഹാർബർ ചാർജ് 1 ലക്ഷം ഉണ്ട്, ഡീസൽ ആൻഡ് ഫ്യൂവൽ 5 ലക്ഷം, ഡിപ്രീസിയേഷൻ ഫോർ ദ പീരീഡ് 20,000, ജനറൽ എക്സ്പെൻസസ് ഫോർ ദ മന്ത് 24,000, ഇൻഷുറൻസ് ഫോർ ദ ഷിപ്പ് ഫോർ വോഗേജ് 16,000, ഫ്രൈറ്റ് ഔട്ട്വേർഡ് 8 ലക്ഷം, ഫ്രൈറ്റ് ഏൺഡ് ഓൺ ഇൻവേർഡ് ജേണി 4 ലക്ഷം, പ്രിമേജ് 10% ഓഫ് ദി ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അഡ്രസ് കമ്മീഷൻ ഔട്ട്വേർഡ് ജേണി 5%, ഇൻവേർഡ് ജേണി 4%. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഓൺ 31st March ദ ഷിപ്പ് ഓൺലി ഇൻ ഹെർ റിട്ടേൺ ജേണി പ്രിപ്പയർ ദ വോഗേജ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് March 31st 2014. അപ്പോൾ നമുക്ക് വോഗേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. ഈ തന്നേക്കുന്നതെല്ലാം ഹാഫ് ജേണിയുടെയാണ്, ഇൻകംപ്ലീറ്റഡ് ജേണിയുടെയാണ്. പക്ഷേ നമുക്കത് എന്തായിട്ട് ചെയ്യണം? ഒരു ഫുൾ ജേണിയുടെ ഇതായിട്ട് നമുക്ക് ചെയ്യണം. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വോഗേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നോക്കാം, നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വോഗേജ് അക്കൗണ്ട് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. 2 സൈഡുണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. അപ്പം സൺറൈസസ് ഷിപ്പ് ലിമിറ്റഡ്, ജലധാര വോഗേജ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഡെബിറ്റ് സൈഡിൽ നമുക്ക് ആദ്യം എന്തൊക്കെ എഴുതാം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം എഴുതാം. ബങ്കർ ചാർജ് അത് ഡയറക്റ്റ് തന്നിട്ടില്ല. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഡീസൽ ആൻഡ് ഫ്യൂവൽ എന്നാണ് തന്നിരിക്കുന്നത്, 5 ലക്ഷം. ഹാർബർ 1 ലക്ഷം. വേജസ് ആൻഡ് സാലറി 80,000. ഇൻഷുറൻസ് ഓൺ ഷിപ്പ് എത്ര തന്നിട്ടുണ്ട്? 16,000. ജനറൽ എക്സ്പെൻസസ് 24,000. ഡിപ്രീസിയേഷൻ 20,000. അപ്പം അത്രയും നമ്മൾ എഴുതി. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡ്രസ് കമ്മീഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. അഡ്രസ് ഓൺ കമ്മീഷൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? അഡ്രസ് ഓൺ കമ്മീഷൻ ഔട്ട്വേർഡ് ജേണി 5%, ഇൻവേർഡ് ജേണി 4%. ഔട്ട്വേർഡ് ജേണി 8 ലക്ഷത്തിൻ്റെ 5%, ഇൻവേർഡ് ജേണി എന്ന് പറയുമ്പോഴത്തേക്കും 4 ലക്ഷത്തിൻ്റെ 4%. അപ്പം എങ്ങനെയാണ് എമൗണ്ട് വന്നത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അത് 44,000 പ്ലസ് എത്രയാണ്? 17,600. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 61,500 എന്ന് വരും. നമുക്ക് എന്താണ്? 61,600 എന്നാണ് അഡ്രസ് കമ്മീഷൻ വരുന്നത്. അടുത്തത് എന്താണ് എക്സ്പെൻസസിൽ വരുന്നത്? ഡെബിറ്റ് സൈഡിൽ ഓഗേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ ആണ്. അതെങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? അതായത് പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റ് ജേണി. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടേക്കുന്നത്? ഫ്രൈറ്റ് ഓൺ റിട്ടേൺ ജേണി 4%, അതിൻ്റെ കൂടെ പ്രിമിസസ് ആഡ് ചെയ്ത് 40,000 എങ്ങനെയാണ് വന്നത്? ക്വസ്റ്റ്യനിൽ പ്രിമിസസ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? പ്രിമിസസ് 10% ഓഫ് ഫ്രൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ 10% 40,000. അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടി? നമുക്ക് 4,40,000 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റ് സൈഡിലോട്ട് നോക്കാം. ക്രെഡിറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും എന്താണ്? ഫ്രൈറ്റ് ഇൻവേർഡും ഉണ്ട് ഔട്ട്വേർഡും ഉണ്ട്. 8 ലക്ഷവും
4 ലക്ഷവും രണ്ടും കൂടെ കൂട്ടി 12 ലക്ഷം എന്ന് കിട്ടി. പ്രിമൈസസ് എങ്ങനെയാണ്? ഔട്ട്വേർഡും ഉണ്ട് ഇൻവേർഡും ഉണ്ട്. 80,000 40,000 രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 1,20,000. പിന്നെ ഓഗേജ് ക്യാരി ഫോർ ഓഗേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ എങ്ങനെയാണ് കിട്ടിയത്? ഇൻകംപ്ലീറ്റഡ് ഓഗേജ്. നമ്മൾ എക്സ്പെൻസസുകളെല്ലാം കൂട്ടി. ബങ്കർ ചാർജ് 5 ലക്ഷം, ഹാർബർ 1 ലക്ഷം, വേജസ് ആൻഡ് സാലറി 50,000, ഇൻഷുറൻസ് ഇൻ ഷിപ്പ് 16,000, ജനറൽ എക്സ്പെൻസസ് 24,000, ഡിപ്രീസിയേഷൻ 20,000. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര കിട്ടി? 7,40,000. 7,40,000 1/2 എടുക്കണം. 1/2 ആണ് നമുക്ക് പകുതിയെ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇൻകംപ്ലീറ്റഡ് ആണ്, റിട്ടേൺ വന്നിട്ടില്ല. സോ 1/2 എടുക്കുമ്പം 3,70,000 എന്ന് വന്നു. പിന്നെ എന്താണ്? കമ്മീഷൻ, അഡ്രസ് കമ്മീഷൻ 4% 4 lakh. അപ്പോൾ എത്ര വന്നു? 17,600 എന്ന് വന്നു. അപ്പം ഈ ഒരു 3,70,000 പ്ലസ് 17,600, അപ്പോൾ എത്ര കിട്ടി? 3,87,600 എന്ന് കിട്ടി. അപ്പോൾ അതാണ് എന്ത്? നമ്മുടെ വോഗേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ പ്രൊവിഷൻ ഫോർ ഇൻകംപ്ലീറ്റ് വോഗേജ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. എത്ര വരുന്നുണ്ട്? നമുക്ക് എത്രയാണ് വരുന്നത്? 17,07,600 എന്നാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് ഡെബിറ്റ് സൈഡിലെ എല്ലാ എമൗണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്ത് വന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് 4,00,000 എത്ര വന്നു? 4,66,000 നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട് കിട്ടി. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം ക്രെഡിറ്റ് സൈഡിൽ 12 ലക്ഷം, 1,20,000, 3,87,600. ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 17,07,600 എന്ന് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ രണ്ട് സൈഡും എഴുതി. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ വന്നാൽ അതെന്താണ്? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ട തുകയാണ്. എത്ര? 4,66,000 എന്നാണ് പ്രോഫിറ്റ് വന്നേക്കുന്നത്. അപ്പം പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.